ഇന്നത്തെ റെസിപ്പി വിഷുവിനൊക്കെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളപ്പമാണ്. ഈ ഒരു കുമ്പളപ്പം നമ്മൾ വാഴയിലയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് 4 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ നേരം കുതിർത്തിയെടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പുട്ടുപൊടിയേക്കാൾ കുറച്ചുകൂടി നൈസായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ചെറിയ തരിയോട് കൂടിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുമ്പോഴാണ് ഇതുപോലെ ചെറിയ തരിയായിട്ടും കുറച്ച് നൈസായിട്ടും നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടാവുമ്പോൾ 1 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാതെയും ചേർക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ തേങ്ങാക്കൊത്ത് ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. ഇപ്പോൾ ഞാനിവിടെ 1/2 കിലോ ശർക്കര 2.5 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ശർക്കര പാനി ചൂടോട് കൂടി തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന പച്ചരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനി കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി ഇതിലെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ദോശമാവിൻ്റെയൊക്കെ ഒരു പാകത്തിൽ വേണം ഈ ഒരു മാവ് ഉണ്ടാവാനായിട്ട്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മുടെ മാവ് ഉണ്ടാവാനായിട്ട്. ഇനി ഈ ഒരു മാവിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ തേങ്ങാക്കൊത്തൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഈ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിക്കായിട്ടുണ്ടാവും. അങ്ങനെ നല്ലപോലെ തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ശർക്കര പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട വാഴയിലേക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വാഴയില ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ വാട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയിലൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം രണ്ടറ്റവും നമുക്ക് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. 2 ആൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരറ്റം ഇതുപോലെ മടക്കിയതിന് ശേഷം മറ്റേ അറ്റവും നമുക്ക് അതുപോലെ തന്നെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് കുറച്ച് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി മാവ് ചേർത്ത് കൊടുക്കേണ്ട. ഒരു കയ്യിൽ ഒരു 1.5 കയ്യിൽ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാഴയുടെ നാര് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. ഈ ഒരു കുമ്പളപ്പം ഞങ്ങൾ എല്ലാ വിഷുവിനും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിയതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇലയിലൊക്കെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ തന്നെ ഒന്ന് കെട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ മാവൊക്കെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് വാഴയിലയിൽ കെട്ടി വെച്ചതാണ്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിത് വീട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പാത്രത്തിൽ ഇതുപോലെ ചിരട്ട വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് വാഴയുടെ തണ്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന പൊതികളൊക്കെ ഇതിൽ മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് പൊങ്ങിയിരുന്നോളും. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പൊതിയും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് വെള്ളത്തിലിട്ടും വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ആവിയിലും വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് പണ്ടൊക്കെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. സാധാരണ ഇത് അടുപ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാറ്. ഞാനിവിടെ ഗ്യാസിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് കുമ്പളപ്പം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളപ്പം എല്ലാവരും റെഡിയാക്കി നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.